നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. നാമെല്ലാം ക്ഷേത്രവിശ്വാസികളാണ്. ക്ഷേത്രത്തിൽ കാണിക്കയായി നാം നാണയം സമർപ്പിക്കുന്നവരുമാണ്, അല്ലേ? പക്ഷേ വലിയൊരു ഭാഗം ഭക്തരും ഈ നാണയം കാണിക്കയായി സമർപ്പിക്കുമ്പോൾ അറിയാതെയെങ്കിലും ചെയ്തു പോകുന്ന ഒരു തെറ്റുണ്ട്. ഭഗവാന്റെ മുന്നിൽ ഈ തെറ്റ് ഇനി ആവർത്തിക്കാതിരിക്കാൻ എല്ലാവരും വീഡിയോ മുഴുവനായി കണ്ട് ആ തെറ്റ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നാം ചെയ്യുന്നതിലെ ആ കുറവ് തിരുത്തി പോവുക. ജീവിതത്തിൽ നമ്മുടെ മുന്നോട്ടുള്ള നാഴ്വഴികളിൽ വിഘ്നങ്ങളും ആപത്തുകളും ഇല്ലാതിരിക്കാൻ ഭഗവാനോട് നാം താണുവണങ്ങി പ്രാർത്ഥിക്കാറുണ്ട്. ശേഷം നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഇല്ലാതെയാക്കാൻ നാണയമൊഴിഞ്ഞ് ഭഗവാന്റെ കാൽക്കലേക്ക് കാണിക്കയായി സമർപ്പിക്കുന്നുണ്ട്. ചിലർ തലയ്ക്കൊഴിഞ്ഞും ചിലർ ഒഴിയാതെയും കാണിക്കയിലേക്ക് സമർപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സമർപ്പണം ചെയ്യേണ്ടുന്നതിന് ശരിയായ രീതി ഇപ്രകാരമാണ്. അതിനായി നിങ്ങൾ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വസ്തു, അത് നാണയമാകട്ടെ പുഷ്പമാകട്ടെ എന്തുമാകട്ടെ, അത് കയ്യിലെടുക്കുക. എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക: ഭഗവാനെ, ഞാൻ അറിഞ്ഞോ അറിയാതെയോ ഈ ജന്മത്തിലോ മുജ്ജന്മത്തിലോ എൻ്റെ പൂർവികരായിട്ടോ എൻ്റെ വാക്കുകൾ കൊണ്ടോ കർമ്മങ്ങൾ കൊണ്ടോ മുതിർന്നവർക്കോ മറ്റ് ജീവജാലങ്ങൾക്കോ ഭഗവാന് തന്നെയും ഉണ്ടായ വിഷമതകൾ പുറത്ത് ഗ്രഹപ്പിഴകളും ജാതകദോഷങ്ങളും മാറ്റി എൻ്റെ മേൽ വന്നു വീണ എല്ലാവിധ ശാപങ്ങളിൽ നിന്നും എനിക്ക് മുക്തി തന്ന് രക്ഷിച്ച് പുറത്ത് മാപ്പ് തന്ന് ഈ ഉള്ളവനെ അനുഗ്രഹിച്ച് ആശീർവദിക്കണേ ഭഗവാനെ. ഞാൻ അങ്ങയുടെ കാൽക്കൽ വീണ് മാപ്പ് അപേക്ഷിക്കുന്നു എന്ന് തൊഴുത് ഭക്തിയോടെ സമർപ്പിക്കുക. ഇങ്ങനെ പറഞ്ഞ് സമർപ്പിക്കുമ്പോൾ മാത്രമാണ് നാം അതിൽ സമർപ്പിച്ച ആ ഒരു സമർപ്പണത്തിന് പൂർണ്ണമായ ഫലം ലഭ്യമാകുക. അത് വലിയ നോട്ടുകെട്ടുകൾ വേണ്ട. 1 രൂപ നാണയമോ അതും ഇല്ലെങ്കിൽ ഒരു തുളസിയില സമർപ്പിച്ചാലും മതിയാകും. ഇത് ഒരു ആചാരമായി അല്ല, പകരം മനസ്സറിഞ്ഞ് ചെയ്യാനുള്ളതാണ് എന്ന് നിങ്ങൾക്കറിയാം. ഭക്തി, വിനയം, ശുദ്ധ മനസ്സ് എന്നിവ ഒത്തിണങ്ങി കാണിക്ക അർപ്പിക്കുമ്പോൾ നാണയത്തിൻ്റെ വിലയല്ല, ഭക്തിയാണ് പ്രാധാന്യം. ഇനി എന്തെങ്കിലും നേർച്ചകൾ നേർന്നിട്ട് സമയത്തിനകത്ത് ചെയ്യാൻ കഴിയാതെ പോയിട്ടുണ്ടെങ്കിലോ, ജ്യോതിഷ പണ്ഡിതന്മാർ വഴി നിങ്ങളുടെ ഒരു നേർച്ച മുടങ്ങിക്കിടപ്പുണ്ട് എന്ന് അറിഞ്ഞെങ്കിലും അത് എന്താണെന്ന് ഓർത്തെടുക്കാൻ നിങ്ങൾക്ക് കഴിയാതെ വരുന്ന ഒരു സാഹചര്യമോ നിലനിൽക്കുന്നു എന്ന് കരുതുക. ചെയ്യാനുള്ളത് ആ നിമിഷം മുതൽ ദിവസേന കുറച്ച് നാണയം ഈശ്വരനോട് ക്ഷമാപണം ചൊല്ലി, ഈശ്വരനാമം ചൊല്ലി പൂജാമുറിയുടെ ഒരു കോണിൽ പട്ടിൽ സൂക്ഷിച്ചു വയ്ക്കുക. എന്നിട്ട് നിങ്ങളുടെ കുടുംബക്ഷേത്രം ഏതാണോ അവിടെയോ, അങ്ങനെ ഒരു കുടുംബക്ഷേത്രമായി നിങ്ങൾ ഒന്നും കരുതിയിട്ടില്ല, കണ്ടിട്ടില്ല എങ്കിൽ വീടിൻ്റെ തൊട്ടടുത്തുള്ള ക്ഷേത്രം, അതിന് വളരെ പ്രാധാന്യം നാം കൊടുക്കണം. അങ്ങനെ ഒരു ക്ഷേത്രം അത് ഏതാണോ അവിടെ പോകാൻ കഴിയുന്ന ദിവസം പോയി മേൽപ്പറഞ്ഞ മാതിരി പ്രാർത്ഥിച്ച് അത് ഭഗവതിയുടെ അല്ലെങ്കിൽ ഭഗവാന്റെ അതാരാണോ അവരുടെ കാൽക്കൽ സമർപ്പിക്കുക. അതിനോടൊപ്പം നേർച്ച മറന്നുപോയതിലോ ചെയ്യാൻ കഴിയാത്തതിലോ ക്ഷമാപണം ചോദിച്ച് ഒരു പൊങ്കാല കൂടെ ഇടാൻ കഴിയുന്ന ക്ഷേത്രമാണെങ്കിൽ അതുകൂടി ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നാം ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ആരം സമർപ്പിക്കുന്നതും പൊങ്കാല ഇടുന്നതും നാണയം നടയിൽ ഇടുന്നതും ഉടയാട സമർപ്പിക്കുന്നതുമൊക്കെ നാം നിത്യേന ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷേ വളരെ ലളിതമായി കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് ചെയ്യേണ്ട രീതിയിൽ ചെയ്താലാണ് അതിൻ്റെ ഫലം കിട്ടുക എന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ആത്മീയപരമായ അറിവുകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. നന്ദി, നമസ്കാരം.